നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ യുവമുഖങ്ങളെ അണിനിരത്താൻ കോൺഗ്രസ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാജ്യത്തെ ജനകീയരായ യുവനേതാക്കളെ തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് കൊണ്ടുവരികയാണ് കോൺഗ്രസ്. യുവനേതാവ് രാജസ്ഥാനിൽ നിന്നുള്ള സച്ചിൻ പൈലറ്റിനെയും ഗുജറാത്തിൽ നിന്നുള്ള ജിഗ്നേഷ് മെവാനി, ബീഹാറിൽ നിന്നുള്ള കനയ്യ കുമാർ, മധ്യപ്രദേശിൽ നിന്നുള്ള ജിതു പട്വാരി ഉൾപ്പെടെ നിരവധി യുവ നേതാക്കളെയാണ് കോൺഗ്രസ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കാൻ പോകുന്നത്. സച്ചിൻ പൈലറ്റ്, ജിഗ്നേഷ് മെവാനി, കനയ്യ കുമാർ, ജിതു പട്വാരി എന്നീ യുവ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കളത്തിലെത്തുന്നതോടുകൂടി രാജ്യത്തെ യുവാക്കളെ ആകർഷിക്കാനും ആ വോട്ട് വിഹിതം കോൺഗ്രസിലേക്ക് എത്തിക്കാനും കഴിയുമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ. അതിനാൽ തന്നെ പരമാവധി ജനകീയമായ അടിത്തറയുള്ള എല്ലാ യുവ നേതാക്കളെയും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കാനും അതത് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കാനും അതിലൂടെ യുവജനങ്ങളുടെ വോട്ടുകൾ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കാനുമാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ലക്ഷ്യമിടുന്നത്. രാജസ്ഥാനിൽ ഉൾപ്പെടെ നിരവധി യുവാക്കളെയാണ് സച്ചിൻ പൈലറ്റും മത്സര രംഗത്തേക്ക് കൊണ്ടുവരണമെന്ന് ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. സച്ചിൻ പൈലറ്റ് രാജ്യത്ത് തന്നെ ഏറ്റവും അധികം യുവാക്കളുടെ പിന്തുണയുള്ള ഒരു നേതാവായിക്കൊണ്ട് തന്നെ യുവാക്കളുടെ വലിയൊരു പ്രാതിനിധ്യം കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ, സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകണമെന്ന് സച്ചിൻ പൈലറ്റ് ഇതിനോടകം തന്നെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ജിഗ്നേഷ് മെവാനി എന്ന ദളിത് നേതാവിലൂടെ രാജ്യത്താകമാനം ദളിത് വിഭാഗങ്ങളുടെ വോട്ടുകൾ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ ജിഗ്നേഷ് മെവാനിക്ക് കഴിയും എന്നതാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. അതിനാലാണ് ജിഗ്നേഷ് മെവാനി എന്ന കോൺഗ്രസിൻ്റെ ഗുജറാത്തിൽ നിന്നുള്ള യുവ നേതാവിനെ തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് കോൺഗ്രസ് കൊണ്ടുവരുന്നത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജിഗ്നേഷ് മെവാനിയുടെ സാന്നിധ്യം വലിയ രീതിയിൽ ദളിത് വിഭാഗങ്ങൾക്കിടയിൽ ചലനമുണ്ടാക്കുകയും ആ വോട്ട് വിഹിതത്തെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കുന്നതിലൂടെ വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ കനയ്യ കുമാർ എന്ന JNUവിലെ തീപ്പൊരി നേതാവിൻ്റെ സാന്നിധ്യവും വലിയ രീതിയിൽ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമിടയിൽ ആകർഷണമുണ്ടാക്കാനും ആ വോട്ടുകൾ കോൺഗ്രസിന് ലഭിക്കുന്നതിനു വേണ്ടിയാണ് ജിഗ്നേഷ് മെവാനി ഉൾപ്പെടെ കനയ്യ കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളെ തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് കോൺഗ്രസ് എത്തിക്കുന്നത്.